കർത്താവിൽ പ്രിയരെ, ഈ പുതിയ ദിവസത്തിൻ്റെ വലിയ പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ നിങ്ങൾ പരിശ്രമിക്കും എന്ന തീരുമാനത്തോടെയാണ് രാവിലെ എഴുന്നേറ്റിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെ തന്നെ ഒരുപാട് തീരുമാനങ്ങൾ, ഒത്തിരി പ്രതീക്ഷകൾ, അധ്വാനങ്ങൾ, ഉറക്കളപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ വിചാരിച്ച നിലകളിൽ കാര്യം സാധ്യമാകാതെ വന്നപ്പോൾ നിരാശയോടെ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയവരുമുണ്ട്. പുത്തൻ പ്രതീക്ഷകൾക്ക് ഇനി ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല, ഇനി അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. കാരണം അവർക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിലുള്ള അതികഠിനമായ ശോധനയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ എത്ര വലിയ ശോധനയിലൂടെ ഒരു ദൈവ പൈതൽ കടന്നുപോയാലും അതിന് ശേഷം ദൈവത്തിൻ്റെ വലിയ കരം, അത്ഭുതത്തിൻ്റെ കരം, സർവശക്തനായ ദൈവം ആരെന്ന് വെളിപ്പെടുത്തത്തക്ക നിലകളിൽ അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുമെന്നത് തിരുവചനത്തിൽ ഉടനീളം പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശ്വാസയോഗ്യമാണ്, കടങ്കഥയല്ല, ആരെങ്കിലും സ്വപ്നം കണ്ടിട്ട് എഴുതി രേഖപ്പെടുത്തിയതൊന്നുമല്ല. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യം വായിക്കട്ടെ. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇത് ദൂതൻ പറഞ്ഞ വാക്കല്ല, ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാക്കുകളാണ്. നമ്മളൊക്കെ പലപ്പോഴും ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കാറുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും സത്യമാണ്, സത്യസന്ധമായ പറച്ചിലാണ്. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ വെറുതെ ആർക്കും ദൈവശബ്ദം കേൾക്കാൻ കാതോർത്തിരുന്നു എന്ന് പറയിട്ട് യാതൊരു കാര്യമില്ലല്ലോ. കാരണം അങ്ങനെ ആരും വെറുതെ ഇരുന്നിട്ട് ലഭിക്കുന്നതുമല്ല ദൈവശബ്ദം. എന്നാൽ എത്ര വേദനപ്പെടുന്ന അനുഭവങ്ങളിലും, എത്ര ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സമയങ്ങളിലും, ജീവിതത്തിൽ ഇനി ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയത്തില്ലല്ലോ, എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെടുന്നു. ആ നിലകളിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവശബ്ദത്തിന് വേണ്ടി കാതോർത്താൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്നത് ഉറപ്പായ സംഗതിയാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പരീക്ഷ എന്തായിരുന്നു അബ്രഹാമേ എന്ന് ചോദിച്ചാൽ നിസ്സംശയം അബ്രഹാം വെളിപ്പെടുത്തും, എൻ്റെ മകനെ, ഏകജാതന മകനെ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന മകനെ യാഗം കഴിക്കുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ, ദൈവം അബ്രഹാമിനോട് ഈ കാര്യം ആവശ്യപ്പെട്ട നിമിഷം മുതൽ അബ്രഹാമിനെ ദൈവം നോക്കിക്കൊണ്ടേയിരുന്നു. ഏതെങ്കിലും നിലയിൽ ആദ്യമൊരു മടിയോ ഇരുമനസ്സോ സംശയമോ എന്തെങ്കിലും അബ്രഹാമിൽ നിന്നുണ്ടാകുമോ എന്ന് ദൈവം നോക്കിക്കൊണ്ടേയിരുന്നു. മോറിയ മലയുടെ മുകളിലെത്തിയ ശേഷമല്ല വാസ്തവമായി ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത്. ദൈവം തന്നോട് അരുളി ചെയ്ത വാക്കുകൾ കേട്ട മാത്രയിൽ തന്നെ താൻ എടുത്ത തീരുമാനം ദൈവം അറിഞ്ഞു. നോക്കൂ പ്രിയരെ, ജീവിതത്തിലെ ഏറ്റവും കഷ്ടമേറിയ അനുഭവങ്ങളിൽ നിങ്ങൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ, അതിന് വലിയ വിലയാണ്. സ്വാഭാവികമായിട്ടും എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ, ആവശ്യത്തിന് ആരോഗ്യവും ബലവും പണവും പ്രശസ്തിയും ഒക്കെ ഉള്ളപ്പോൾ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ തീരുമാനമെടുക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ നമ്മുടെ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ, എന്തിന് നമ്മുടെ കേരളക്കരയിലെ ആദ്യത്തെ പെന്തക്കോസ്ത് സമൂഹം, 1-ാം തലമുറ, അവർ ജീവിതത്തിൽ നേരിട്ട പ്രതികൂലം നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയില്ല. എന്നിട്ടും അവർ പിടിച്ചു നിന്നു, എന്നിട്ടും അവർ പ്രാർത്ഥിച്ചു, എന്നിട്ടും അവർ വിട്ടുപോയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ വിട്ടുപോകാൻ എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തോട് പറയുമായിരുന്നു. ഇന്ന കാരണം കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ അവർ അങ്ങനെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ തലമുറകൾ ദൈവത്താൽ മാനിക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളത് തർക്കമില്ലാതെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ വായിച്ച അധ്യായത്തിന്റെ 1-ാം വാക്യം മുതലാണ് ഈ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. യഹോവയായ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്നാണ് പ്രാരംഭമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുകയില്ല. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് അബ്രഹാമിനോട് സംസാരിക്കാൻ തുടങ്ങിയെന്നല്ലേ നമ്മൾ അവിടെ വായിക്കുന്നത്. അല്പം പോലും സംശയത്തിനിട നൽകാതെ ദൈവം പറയുന്നത്, നീ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇത്ര കഠിനമായ പരീക്ഷയിലൊന്നും നമ്മൾ പെട്ടിട്ടില്ലല്ലോ.
എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും പറയുന്നത് ഇത്രയും പരീക്ഷ ലോകത്തിൽ ആർക്കുമില്ല, ഇങ്ങനൊരു പരിശോധന വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എൻ്റെ കുടുംബത്തിനോ ചാർച്ചക്കാർക്കോ സ്നേഹിതർക്കോ ബന്ധുമിത്രാദികൾക്കോ എൻ്റെ പരിചയത്തിലുള്ളവർക്കോ ആർക്കുമില്ലാത്ത ശോധനയാണല്ലോ കർത്താവേ എനിക്ക് നീ തന്നത്. അങ്ങനെയൊക്കെ പറയുന്നത് പുറത്തിറങ്ങി കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. പുറത്തിറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എത്ര സമ്പന്നമായി എത്ര നല്ല നിലയിലാണ് ദൈവം നമ്മെ നടത്തുന്നത്. യാഗം കഴിക്കണം എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അബ്രഹാം ആദികാലത്ത് എഴുന്നേറ്റു. അബ്രഹാമിന്റെ ഭാര്യയായ സാറായോടോ ആഗാറിനോടോ വേറെ ആരോടെങ്കിലും ഈ വിവരം പറഞ്ഞോ എന്ന് നമുക്ക് അറിയില്ലല്ലോ, പറയാൻ സാധ്യതയുമില്ല. സാറ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞേനെ, നിങ്ങളല്ല അവനെ നൊന്തു പ്രസവിച്ചത് ഞാനാ, ആ വേദന ഞാനാ അനുഭവിച്ചത്, നിങ്ങളത് അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ തയ്യാറാകുന്നത്. ഏതായാലും അബ്രഹാം ബുദ്ധിപരമായ ഒരു തീരുമാനം കൈക്കൊണ്ടു. ആരോടും പറയാതെ തൻ്റെ മകനുമായി ദൈവം കൽപ്പിച്ച ദേശത്തേക്ക് യാത്ര തിരിച്ചു, എല്ലാ സന്നാഹങ്ങളോടും കൂടെ. നമ്മളായിരുന്നെങ്കിൽ കത്തി എടുക്കത്തില്ലായിരുന്നു, അല്ലെങ്കിൽ വിറക് അല്പം കുറച്ചേനെയും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശകലം പ്രയാസത്തിൽ അങ്ങനെ എന്തെങ്കിലും ദൈവത്തോട് പറയാൻ വേണ്ടി നമ്മൾ ചെയ്തേനെയും. കാര്യം മോറിയ മലയുടെ മുകളിൽ ചെന്ന് യാഗം കഴിക്കാനായി ബാലനെ പിടിച്ച് കിടത്തിക്കഴിഞ്ഞ് ദൈവത്തോട് പറയാമല്ലോ, കർത്താവെ കത്തി എടുക്കാൻ മറന്നുപോയി, ഞാൻ തിരിച്ചു പോയി എടുത്തുകൊണ്ട് വരാം. ഒരുപക്ഷെ അത്രയും സമയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാലോ? അബ്രഹാം അങ്ങനെ ഒന്നും ചെയ്തില്ല. ഞാൻ വിശദീകരിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ പറയാനുണ്ട്. എന്നാൽ ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ മുഖാന്തരം അബ്രഹാമിനോട് പറയുന്നത് ഇങ്ങനെയാണ്: ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. തൻ്റെ മകനെ യാഗം കഴിക്കേണ്ടി വന്നുമില്ല. ദൈവത്തിൻ്റെ കരുതലിൻ്റെ വലിയ സന്തോഷം അബ്രഹാം ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്തു. നിങ്ങൾ ഈ കഴിഞ്ഞ ദീർഘനാളുകളായി ദൈവത്തെ അനുസരിക്കുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നടക്കുന്നുണ്ട്, എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുന്നു എന്ന പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഒന്ന് മാറ്റിവെക്ക്. ഒരു പരാതിയുമില്ലാതെ ദൈവത്തോട് ചേർന്ന് നടക്കൂ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വെളിപ്പെടും. അത് ഐശ്വര്യമായ അനുഗ്രഹമായിരിക്കും. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അങ്ങയുടെ കര നീട്ടണമേ. വിശ്വാസത്തിൻ്റെ പാതകളിൽ അല്പം പോലും വ്യതിചലിക്കാതെ മുന്നോട്ട് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.